അപ്പോൾ ചിന്തയ്ക്ക് വഴങ്ങാത്തതാണ് സത്യം. അതുകൊണ്ടാണ് പൗരാണിക ശാസ്ത്രം പറഞ്ഞത് ചിത്തവൃത്തി നിരോധം. നിനക്ക് സത്യം അറിയണമെങ്കിൽ നിന്റെ ഇന്ദ്രിയാത്മകമായ അറിവിനെ നിരോധിച്ച് അപ്പുറത്തേക്ക് പോകുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒരു രോഗവും സ്ഥിരമല്ല, ഒന്നും അസാധ്യവുമല്ല. ഇതാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നമ്മുടെ ദേഹത്ത് പുഴുക്കളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ കയ്യിലൊരു പുഴുവിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ വാദത്തിലുണ്ടാകുന്ന ഏത് കോപവും അസുഖ കാരണമാകും. റിക്കവറി ബെറ്റർ ആയിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും. ഫാസ്റ്റോ സ്ലോയോ, റിക്കവറി ഈസ് പോസിബിൾ. ഈ അർബുദമെന്ന് കേൾക്കുമ്പോൾ ഭയക്കാതെ. അപ്പോൾ ഈ ബാലൻ മരണത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മരണം ഓടും. കാരണം സാധാരണ ആൾക്കാരുടെ അടുത്ത് മരണം വരുന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയന്നോടുമ്പോൾ അപ്പോൾ അവൻ അറിയേണ്ടത് മരണരഹസ്യം. അപ്പോൾ പറയടാ, മരണരഹസ്യം അങ്ങനെ പറഞ്ഞുകൂടാ. യു ക്യാൻ അറ്റൈൻ ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ മരണരഹസ്യം എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇറ്റ്സ് എ ബാറ്റിൽ, യുദ്ധം പോലെയല്ലേ. സോ വി മസ്റ്റ് നോ ഹൗ വി ഫൈറ്റ്. ഇപ്പോൾ നമ്മൾ ഈ PCOD പറ്റി സംസാരിച്ചു, ഡയബറ്റീസിനെ പറ്റി സംസാരിച്ചു. ഇതെല്ലാം ഈ പറഞ്ഞ റിവേഴ്സൽ പോസിബിൾ ആണ് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഓക്കെ, റിവേഴ്സൽ പോസിബിൾ ആണെന്ന് അംഗീകരിക്കാൻ കഴിയും. പക്ഷേ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമുക്കറിയാം, RCCയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ പോയി കീമോയും റേഡിയേഷനും ഒക്കെ എടുത്താലേ അതിൽ നിന്ന് പുറത്തേക്കൊരു വരവുള്ളൂ എന്നുള്ള കാര്യം പരക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും മാറില്ല, നിങ്ങൾ ഇനി പാലിയേറ്റീവ് കെയർ എടുത്തോളൂ എന്ന് പറയുന്ന രോഗികൾ, അത്തരത്തിലുള്ള ആൾക്കാർ വരാറുണ്ടോ അവിടെ? ഉണ്ടല്ലോ. അവർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് ഒരു പോസിബിൾ വഴി തുറന്നു കൊടുക്കാൻ പറ്റുന്നത്? അതാണ് യു ആർ വോട്ട് യു നോ. നിങ്ങൾക്ക് എന്തറിയാമോ അതാണ് നിങ്ങൾ. ആയുർവേദം പറയുന്നത് ശരീര മനസ്സോ യോഗോ പരസ്പരം അനുപ്രജേ എന്നാണ്. അതായത് ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളാണ്. ആധാരാധേയ ഭാവേന, ദേ ആർ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. ഇപ്പോൾ മോഡേൺ സയൻസ് എന്താ പറയുന്നത്? ഞാനീ പറഞ്ഞത് സുശ്രുത മഹർഷിയുടെ സുശ്രുത സമിതിയിൽ ഉള്ളതാണ്. 2300 കൊല്ലം മുമ്പ് എഴുതിയത്. അതിനു മുമ്പോ അത് ശ്രുതികളായി, എഴുതാൻ പോലെ വായ്മൊഴികളായി നിലനിന്നു. എത്ര ആയിരം വർഷങ്ങൾ അറിയില്ല. എന്നാൽ ഇപ്പോൾ അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു മാറ്റർ ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി. ഇല്ലേ? ഇതാണിപ്പോൾ ക്വാണ്ടം ഹീലിംഗ് എന്നുള്ള രീതിയിൽ ട്രെയിൻ ദ മൈൻഡ്, ദെൻ മാറ്റർ ബോഡി വിൽ ഒബേ ഇറ്റ്സ് കമാൻഡ്. ഇപ്പോൾ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന മാറ്ററാണ്. ഈ ശരീരം ഒരു സെക്കൻഡിൽ 1024 പ്രാവശ്യം ഈ മാറ്റർ എനർജിയായും എനർജി മാറ്ററായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആണ് മോഡേൺ സയൻസ് പറയുന്നത്. ഒരു സെക്കൻഡിൽ 1024 പ്രാവശ്യം മാറ്റർ എനർജിയും എനർജി മാറ്ററായിട്ട് മാറണമെങ്കിൽ നമുക്ക് ചിന്തയ്ക്ക് വഴങ്ങുന്നതാണോ? അല്ല. അപ്പോൾ ചിന്തയ്ക്ക് വഴങ്ങാത്തതാണ് സത്യം. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം, പൗരാണിക ശാസ്ത്രം പറഞ്ഞത് ചിത്തവൃത്തി നിരോധം. നിനക്ക് സത്യം അറിയണമെങ്കിൽ നിന്റെ ഇന്ദ്രിയാത്മകമായ അറിവിനെ നിരോധിച്ച് അപ്പുറത്തേക്ക് പോകുക. അപ്പോൾ ഇവിടെ യോഗവും ധ്യാനവും ഔഷധവും എല്ലാം ഒരുമിച്ച് ചേർന്നാൽ എന്ത് പറ്റും? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒരു രോഗവും സ്ഥിരമല്ല, ഒന്നും അസാധ്യവുമല്ല. ഇതാണ് ശാസ്ത്രം പറയുന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസർ ഇപ്പോൾ എൻ്റെ ശരീരം അല്ലെങ്കിൽ താങ്കളുടെ ശരീരം, അതിന്ന് ഒരു ടെസ്റ്റ് എടുത്ത്, ഒരു സ്പെസിമെൻ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ നല്ല ഡോക്ടർമാർ പറയുന്നത് 11 മുതൽ 13 വരെ ടൈപ്പ് ക്യാൻസർ ഇതിനകത്തുണ്ടെന്നാണ്. അപ്പോൾ അത് പുറത്തു വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനെ നമ്മുടെ പ്രതിരോധ ശേഷി അടക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ദേഹത്ത് പുഴുക്കളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ കയ്യിലൊരു പുഴുവിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഞാൻ ഒരു 6 മാസം തുടർച്ചയായിട്ട് ഒരേ കിടക്കുകയാണെന്ന് നോക്കിയാൽ ബെഡിൽ, ആ ബെഡുമായിട്ട് തട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും കുറച്ച് കഴിയുമ്പോൾ ഈ വണ്ണമുള്ള പുഴുക്കൾ ഇറങ്ങി വരുന്നത് കാണാം. എവിടെ നിന്ന്? ബോഡി തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് പുഴു രൂപം പ്രാപിച്ചത്? അവിടുത്തെ ചൂട്, അത് തണുത്ത് വരികയും അതിന് വളരാൻ പറ്റിയ, പുഴുവിന് വികസിക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് അതിന്ന് ഈ പുഴു ഉണ്ടായി വരുന്നത്. അപ്പോൾ ദേഹത്തിനകത്ത് പുഴു വളരാനുള്ള സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ തടഞ്ഞ് നിർത്തുന്നത് ആരാണ്? നമ്മുടെ അഗ്നിബലം. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് പല ഡോക്ടർമാരും പറഞ്ഞു ഇടവിട്ട് ചൂടുവെള്ളം കുടിക്കാൻ. എന്തിനാ? ചൂടുവെള്ളം ഇടവിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ ഒരു ശക്കലം
താപം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും, കൂടും. ആ താപ വ്യതിയാനത്തിൽ ഈ തൊണ്ടയിൽ വരുന്ന COVID-19 വൈറസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ താപമാണ് അതിനെ മാറ്റുന്നത്. അപ്പോൾ ഇവിടെയും പൗരാണികതയുടെ അടിസ്ഥാനം താപമാണ്. ഈ ശരീരത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ട്. അതാണ് താപം. പിടികിട്ടിയ ഈ താപം കൂടിയാലും കുറഞ്ഞാലും മറ്റ് രോഗകാരകങ്ങൾ ഇതിന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ ദേഹത്ത് ചൂട് കൂടുമ്പോഴോ ദേഹത്തിന് ചൂട് കുറയുമ്പോഴോ ആണ് കോശങ്ങളിൽ അമിതമായ വളർച്ച അല്ലെങ്കിൽ കുറഞ്ഞ വളർച്ച വരുന്നത്. ഇതാണ് അർബുദം എന്ന് പറയുന്നത്. കോശങ്ങളിൽ കൂടുതൽ അത് നശിക്കാൻ തുടങ്ങിയാലും അത് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ഒരു മുറിവായി മാറും ക്യാൻസർ. അല്ലെങ്കിൽ അമിതമായി വളർന്ന് അത് മുഴ പോലെ വളർന്നു വരും, അതും ക്യാൻസർ. ഇത് രണ്ടും സംഭവിക്കുന്നത് ശരീരത്തിലെ അഗ്നിയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് നിയന്ത്രണാതീതമായത്. ഈ അഗ്നിയെ നിയന്ത്രിക്കുന്നത് ആരാ? മനസ്സ്. അപ്പോൾ താപത്തെ നിയന്ത്രിക്കാൻ, തപസ് ചെയ്യാൻ കഴിയുന്നവന് ഇത് ഒന്നും അസാധ്യമല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ആയുർവേദം പറയുന്നത് പോലും പെട്ടെന്ന് പറയുന്ന വാദപിത്ത കഫങ്ങൾ. വാദം, പിത്തം, കഫം കോപിച്ചു നിന്നു എന്നങ്ങ് പറയും. എന്താണ് വാദം? അതാർക്കും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അത് ത്രിദോഷങ്ങളിലൊന്ന്. വായു, ദേഹത്ത് പ്രവേശിക്കുന്ന വായു, ശരീരം നിലനിർത്തുന്ന പിന്നെ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിച്ച് നിർത്തുന്ന ഒരു താപം, ചൂട്. ഈ വായുവും വലിച്ചെടുക്കുന്ന വായുവും ശരീരം നിലനിർത്തുന്ന ചൂടും അഗ്നിയും കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്നതാണ് വായു പ്ലസ് താപം, വാദം. ഈ വാദത്തിലുണ്ടാകുന്ന ഏത് കോപവും അസുഖ കാരണമാകും. അപ്പോൾ അവിടെ ഈ രണ്ട് കോശങ്ങളിൽ അമിതമായി വളരുകയോ അമിതമായി തളരുകയോ ചെയ്താൽ ഈ വാദത്തെ ക്രമീകരിച്ചാൽ മാത്രം മതി. പക്ഷേ അവിടെയും ഔഷധത്തിൻ്റെ സ്ഥാനം 5-ാമതാണ്. അവിടെയും 4 മറന്നു പോകുന്നതാണ്. ഈ 4 അന്നബലവും ആസനബലം, പ്രാണബലം, മനോബലം 4 കൂടെ ചേർത്തുകൊണ്ട് ഔഷധം പ്രയോഗിക്കും. ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. റിക്കവറി ബെറ്റർ ആയിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും. ഫാസ്റ്റോ സ്ലോയോ റിക്കവറി ഈസ് പോസിബിൾ. ഇനി എന്നാ ചോദിക്കും, നിങ്ങൾ തപസ് ചെയ്താൽ മരിക്കൂലേ? ദേഹം വീഴുന്നത് ആത്യന്തികമായ ഒരു വീഴ്ചയല്ല. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. അതാണ് 5300 കൊല്ലം മുമ്പ് ഭഗവത്ഗീതയിൽ എഴുതിയത്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി. നിങ്ങളൊരു മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയൊരു വസ്ത്രം ധരിക്കുന്ന അത്രയേ ഉള്ളൂ ഒരു മുഷിഞ്ഞ ദേഹം മാറ്റിയിട്ട് ദേഹി വേറൊരു ദേഹം എടുക്കുന്നത്. അതൊരു പൊയറ്റിക് ലാംഗ്വേജിൽ എഴുതിയെന്നുള്ളേ ഉള്ളൂ. ഇറ്റ്സ് ഹൈ എനർജി ഫിസിക്സ്. അപ്പോൾ ഇവിടെ ഈ അർബുദമെന്ന് കേൾക്കുമ്പോൾ ഭയക്കാതെ വേണ്ട ചികിത്സകൾ കൊടുക്കുക. ഒപ്പം ചികിത്സയ്ക്ക് മുമ്പ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക, ചതുർബലങ്ങളെ ശക്തിപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ ഔഷധം കൊടുക്കുക. കൃത്യമായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ദേഹം വിടാനായിട്ട് വരുന്നൊരു രോഗം ഉണ്ടാകാം, ആർക്കും വരുമ്പോൾ. ഇപ്പം എനിക്ക് എൻ്റെ ദേഹം ഇത്രാമത്തെ വയസ്സിൽ പിന്നെ ദേഹം ഉപേക്ഷിക്കണമെന്ന് എൻ്റെ വിധി ഉള്ളിലുണ്ടെങ്കിൽ ആരും അത് തടയില്ല. പക്ഷേ അത് ആ നിമിഷത്തെ ഞാൻ സമീപിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. അല്ലാതെ കരഞ്ഞുകൊണ്ട് അയ്യോ ഞാൻ മരിക്കാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് തപസ് ചെയ്യുന്ന ഒരു വ്യക്തിയും മരിക്കില്ല. അവൻ മരണമെന്ന പ്രതിഭാസത്തെ, ആ മാറ്റത്തെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അടുത്ത ഡയമെൻഷൻ ഭൂമിക, അതിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവൻ ഇരുട്ടിലേക്ക് വീഴുകയല്ല. അതാണ് പൗരാണിക ഭാരതം പഠിപ്പിച്ചത്. മരണം 2 വിധം: സൂര്യയാനം, ചന്ദ്രയാനം, ഊർധ്വയാനം, അധോയാനം. നിങ്ങൾക്ക് ദേഹം വിടുമ്പോൾ, മരിക്കുമ്പോൾ ഒന്നുകിൽ വെളിച്ചത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് വീഴാം. തീരുമാനിക്കേണ്ടത് ആര്? അവനവൻ തന്നെയാണ്. അപ്പോൾ ഒരു രോഗം ചിലപ്പോൾ രോഗപ്രതിരോധ ശേഷി വളർത്താനാണ്, മിക്കവാറും രോഗപ്രതിരോധ ശേഷി വളർത്താനാണ് വരുന്നത്. സുഖമായൊരു മരണത്തിലേക്കാണ് എല്ലാവരും കൊണ്ടുപോകേണ്ടത്. എന്നാൽ ചിലർ രോഗം മൂലമോ അപകടം മൂലമോ മരിക്കാം. ആ സമയത്തും ഭയക്കാതെ ദേഹം വിടാനുള്ള കരുത്ത് ധ്യാനിക്കുന്നവന്, തപസ് ചെയ്യുന്നവന് ഉണ്ടാകും. ഞാൻ ഈ തപസ് എന്ന് പറഞ്ഞത് ഉടനെ മുദ്രയും പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നതല്ല. ശരീരത്തിലെ താപത്തെ ബോധപൂർവം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് തപസ്. അതാര് ചെയ്യുന്നു അവനാണ് താപസൻ അഥവാ താപസ്വി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഉപനിഷത്തുണ്ട്,
കഠോപനിഷത്ത്. അതിൽ നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലൻ മരണദേവനെ അന്വേഷിച്ച് പോയിട്ട് അദ്ദേഹവുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. ഭയങ്കര രസമാണത്. അപ്പോൾ ഈ ബാലൻ മരണത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മരണം ഓടും. കാരണം സാധാരണ ആൾക്കാരുടെ അടുത്ത് മരണം വരുന്നെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയന്നോടുമ്പോൾ ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് മരണം ഇവനെ പേടിച്ച് ഓടുകയാണ്. കാരണം സമയമെത്താതെ മരണത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് നിയമം, പ്രപഞ്ച നിയമം. പക്ഷേ ഇവൻ മരണത്തെ അന്വേഷിച്ച് ഒടുവിൽ കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നതായിട്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ അവൻ അറിയേണ്ടത് മരണരഹസ്യം. അപ്പോൾ പറയടാ മരണരഹസ്യം അങ്ങനെ പറഞ്ഞുകൂടാ. അപ്പോൾ പറയാം എനിക്കത് കിട്ടിയേ പറ്റൂ, ദൃഢചിത്തൻ. അപ്പോൾ നമുക്കും ദൃഢചിത്തത ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺകർ ഡെത്ത്. ശൃണന്തു വിശ്വേ അമൃതസ്യ പുത്ര. അമൃതസ്യ വെച്ചാൽ യു ക്യാൻ അറ്റൈൻ ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ മരണരഹസ്യം എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? മരണം എന്തെന്നറിയണം. ഓക്കെ, എങ്ങനെ മരിക്കുന്നു? അതെ, മരണം എന്ന് വെച്ചാൽ മാറ്റമാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് മരണം. അത് നമുക്ക് അറിയാതിരിക്കുമ്പോൾ നാം ഇരുട്ടിലേക്ക് വീഴും. അതാണ് അധോയാനം, ചന്ദ്രയാനം എന്നൊക്കെ പറയുന്നത്. എന്നാൽ മരണം എന്ന പ്രതിഭാസത്തെ, മാറ്റത്തെ ബോധപൂർവം നിരീക്ഷിച്ചാൽ, അറിഞ്ഞാൽ നാം മരണത്തെ അതിലംഘിക്കുകയാണ്. മാറ്റത്തെ അറിയുന്നവൻ മരണത്തെ അതിജീവിച്ചു. അപ്പോൾ അവിടെയും അവസാനം നചികേതസിനോട് ഗുരു പറയുന്നത് സൂര്യോപാസന, അഗ്നി ഉപാസന. നിന്റെ ശരീരത്തെ, ആ ശരീരത്തിലെ അഗ്നിയുടെ അളവ്, അതിൻ്റെ പ്രവർത്തന തത്വം എന്തെന്ന് മനസ്സിലാക്കുക. 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ള ഈ താപമാണ് വാദമായി ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. അതല്പം തണുക്കുമ്പോൾ അത് പിത്തമാവും, അതല്പം കൂടി ഉറയുമ്പോൾ അത് കഫമാവും. ഇതാണ് വാത പിത്ത കഫങ്ങളെന്ന് പറയുന്നത്. കഫം വീണ്ടും ഡൈല്യൂട്ടായാൽ അത് പിത്തമാകും, പിത്തം വീണ്ടും ഡൈല്യൂട്ടായാൽ അത് വാദമാകും, വാദം വീണ്ടും ഡൈല്യൂട്ടായാൽ അത് ശുദ്ധ ഊർജമായി മാറും. ഒരു ഐസ് കട്ട ഖരമാണ്. അത് താപം മാറിയാൽ വെള്ളമാകും, ആ വെള്ളം താപം കൂടിയാൽ വീണ്ടും അത് നീരാവിയാകും, നീരാവി പിന്നെ അപ്രത്യക്ഷമാകും. ആ അപ്രത്യക്ഷമായതിൽ നിന്ന് വീണ്ടും അത് ഉറഞ്ഞാൽ നീരാവിയാകും, അത് ഉറഞ്ഞാൽ വെള്ളമാകും, അത് ഉറഞ്ഞാൽ വീണ്ടും ഖരമാകും. ഇതുപോലെ ആണ് ഈ ചതുർതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു താപത്തെ നാം എപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നു, അങ്ങനെ വരുന്നവൻ്റെ മുന്നിൽ ഒന്നും അസംഭവ്യമല്ല. അപ്പോൾ ഒരു കോശത്തിൻ്റെ ഘടന, അതിൽ നമ്മുടെ ശ്രദ്ധയെ അതിലംഘിച്ച് പോയാൽ ആ ശ്രദ്ധയെ ആദ്യം കൊണ്ടുവരിക, ഡാമേജുകൾ മാറ്റാൻ ഔഷധ സേവ നടത്തുക. അങ്ങനെ വരികയാണെങ്കിൽ അതാണ് ശരീരവും മനസ്സും കൃത്യമായി യോജിപ്പിച്ചെടുത്താൽ ഒരു രോഗവും നിയന്ത്രണാതീതമല്ല. അതെ, ഇപ്പോൾ ക്യാൻസറിനാണെങ്കിൽ പോലും ഈ പറഞ്ഞ കീമോയും റേഡിയേഷനും എടുക്കുന്നതിനൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദന സംഹാരം, വേദനിക്കുന്നവരാണെങ്കിൽ വേദനയിലൊരു കുറവ്, അതാണോ ശരിക്കും കിട്ടുന്നത്? ഈ വേദന എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിലുള്ള അസ്വാഭാവികമായ അവസ്ഥയെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് വേദന വരുന്നത്. അപ്പോൾ ആ വേദനയുടെ കാരണം കണ്ടെത്തുന്നവരെ അത് അസഹ്യമാകുമ്പോഴാണ് അതിന് വേദന സംഹാരി കൊടുക്കുകയും എന്നിട്ട് ആ വേദനയുടെ മൂലകാരണത്തെ ഇല്ലായ്മ ചെയ്യുകയും വേണം. അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിലൊരു ലംബ് ഉണ്ടാകുമ്പോൾ കോശങ്ങൾ അമിതമായിട്ട് വളരുകയാണ്. അപ്പോൾ അത് പൊട്ടുമ്പോൾ അതിൻ്റെ ചലം പുറത്തു പോകും. പക്ഷേ ഒപ്പം മറ്റ് ജീവകോശങ്ങളെയും കൂടി അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രതിരോധശേഷി അതിനെതിരെ യുദ്ധം ചെയ്ത് ഒരു ക്യാൻസർ സെല്ല്, അതിൻ്റെ ആ ജീവശക്തി, അതിനൊരു ജീവനുണ്ട്. അതാണ് ക്യാൻസർ ബാധ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പുഴു ഉണ്ട്. ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റഡ്. അതൊരു എനർജിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ജീവി നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ 2-3 ജീവികളോട് ഒഴുകി പോകുന്ന കാണാം. ഇറ്റ്സ് ദെയർ. പക്ഷേ ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ അദൃശ്യമായ ജീവി ഇങ്ങനെ പുഴുവായി നുളയുന്നത് കാണാം. അപ്പോൾ ദൃശ്യമായതാണ്, അദൃശ്യമായത് അവിടെ ഉണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെല്ലാം ക്യാൻസർ സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ജീവകോശങ്ങളെ തിന്നുകൊണ്ട് എൻ്റെ പ്രതിരോധശേഷിയെ തകർത്തുകൊണ്ട് അത് ജീവകോശങ്ങളെ തിന്ന് വളരുമ്പോഴാണ് എനിക്ക് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ദേഹം ഇപ്പോൾ ക്യാൻസർ ഒരു മിനിറ്റിൽ 1 ബില്യൺ കോശങ്ങളെ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. എൻ്റെ ശരീരത്തിന് 1/2 ബില്യൺ കോശങ്ങളെ ഉണ്ടാക്കാനേ പറ്റുന്നുള്ളൂ. എന്ത് പറ്റും?
അപ്പോൾ കുറവ് വന്നു. ദേഹത്ത് നിന്ന് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വ്രണം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഉം. അപ്പോൾ ഉണങ്ങില്ല. അതേസമയം അപ്പോൾ വേദനയാണ്. എൻ്റെ ഈ പിന്നെ ശരീരത്തെ പിന്നെ ഭാഗങ്ങളെ ഇവൻ വലിച്ച് എടുത്ത് തിന്നുകയാണ്. അതാണ് എനിക്ക് മൃഗീയമായ വേദന. ശരീരത്തിൽ നിന്ന് ബ്ലേഡ് വെച്ച് തൊലി ചീന്തിക്കൊണ്ടിരുന്നാൽ എനിക്ക് വേദന വരില്ലേ? അതുപോലെ തന്നെയാണത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം എൻ്റെ ഈ പിന്നെ ദേഹബലത്തിലെ അഗ്നിയെ കൂട്ടണം. അഗ്നിയെ കൂട്ടി വരുമ്പോൾ ഇവൻ്റെ തിന്നാനുള്ള ശക്തി കുറയും. അപ്പോൾ 1 ബില്യൺ കോശത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവൻ അങ്ങോട്ട് പുക കൊടുക്കുകയാണ്. പുക കൊടുക്കുമ്പോഴത്തേക്ക് അവന് കണ്ണ് കാണാൻ വയ്യ. അപ്പോൾ 1 ബില്യൺ എന്നുള്ളത് 1/2 ബില്യനായി അവൻ്റെ ക്യാപ്ചറിങ് കപ്പാസിറ്റി കുറഞ്ഞു. എൻ്റെ ശരീരത്തെ അപ്പോൾ അഗ്നിബലം കൂട്ടിയിട്ട് കോശങ്ങളെ വളർത്താനുള്ള പുഷ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ 1 ബില്യൺ ഉണ്ടാക്കുന്നു ജീവകോശങ്ങളെ, മറ്റവൻ 1/2 ബില്യനെ തിന്നുന്നുള്ളൂ. മുറിവ് ഉണങ്ങി വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റോടൊപ്പം ബാഹ്യമായ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ തിന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ കരിച്ചു കളയുകയോ പിന്നെ മറ്റേതെങ്കിലും മാർഗങ്ങളുടെ ബാഹ്യമായ ആക്രമണവും ആന്തരികമായ ആക്രമണവും കൂടെ ചേർന്ന് വരുമ്പോൾ ഇറ്റ്സ് എ ബാറ്റിൽ, യുദ്ധം പോലെയല്ലേ? സോ വി മസ്റ്റ് നോ ഹൗ വി ഫൈറ്റ്. അതാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതെ.